ആ പിന്നെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും ഏട്ടന് ചിലപ്പോ ഓർമ്മ കാണില്ല. ഇനി നിങ്ങളായിട്ട് അത് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ കുഞ്ഞി, നിന്നോടും കൂടിയാ. അയ്യോ, ഞാൻ ഒന്നും പറയൂല. ഈശ്വര, 8 മണിയായല്ലോ. ഇനിയിപ്പോ കട തുറക്കാൻ വൈകുമല്ലോ. ഇന്ന് നേരത്തെ നേരം വെളുത്തോ? ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. ഏട്ടാ ചായ. ചായ വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒന്ന് തിരുമ്പി തന്നെ. നല്ല വേദന. അത് ഇന്നലെ അമ്പലത്തിൽ തിടമ്പെടുത്തില്ലേ, അതിന്റെ ആവും. തിടമ്പെടുക്കുന്ന ആദ്യമായിട്ടാണോ? ഇത് അതിന്റെ ഒന്നും അല്ല, വേറെ എന്തോ ഒരു വേദനയുണ്ട്. ഓക്കെ, എന്തോ ഓക്കെ. അത് രത്നച്ചിന്റെ ഒരു ഹെയർ ബാൻഡ് ചോദിച്ചിരുന്നു. അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ അല്ലേ? പിന്നെ ഹെയർ ബാൻഡ് വെച്ചോണ്ടാണല്ലോ അവള് പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നിന്റെ മുഖത്ത് തന്നെ കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല. ഇരിക്കോ, ഇരിക്ക. ഏട്ടന്റെ കുഞ്ഞിപ്പെണ്ണ് ഏട്ടന്റെ തല്ലെ തൊട്ട് സത്യം ചെയ്തേ. സത്യം പറ. അതേട്ടാ, നിന്റെ മുഖത്ത് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാത്തിന്റെ മുഖത്ത് കള്ള ലക്ഷണമുണ്ട്. കള്ളം പറയുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? അറിയാം. പറ, എന്താ കാര്യം? പറയടി. അത് ഇന്നലെ ഉത്സവത്തിനൊരു സംഭവം നടന്നു. ഏട്ടാ ഏട്ടാ, നിങ്ങളുടെ ദേഹത്ത് ഒരാൾ കൈവച്ചാലേ അത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവന്മാർക്ക് കിട്ടുന്നില്ല, ശരിക്കും കൊടുത്തതാ. ഏട്ടൻ ഇപ്പൊ ഓർക്കാഞ്ഞിട്ടാ. ഇന്നലത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇനി നടക്കാൻ പോകുന്ന കാര്യം എനിക്കും അവന്മാർക്കും നല്ലപോലെ ഓർമ്മയുണ്ടാവും. നിങ്ങൾ വിട്ടെ. ആരാ നോക്കി? ആരാ? അപ്പച്ചിയാ. അപ്പച്ചി. ഗിരി, നീ എവിടെയാ? കടയിലാണോ? അല്ല, ഞാൻ വീട്ടിലാ. നീ വേഗം വീട്ടിലോട്ട് വാ, പപ്പേട്ടൻ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ വരാം. ശരി. ആ ധർമ്മരാജന്റെ ഗുണ്ടകളെ ഞാൻ പിന്നീട് പോയി കണ്ടോളാം. അപ്പൊ വലിയേട്ട അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞു വന്നേക്കല്ലൊന്നും കേട്ടല്ലോ. അമ്മാവൻ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്ന് പോയി കാണട്ടെ. പപ്പേട്ടാ. സുദേവനോ? എന്താ സുദേവ? ഞങ്ങള് പപ്പേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ വിശേഷിച്ച്? എന്റെ മോൾക്ക് IIT-യിൽ അഡ്മിഷൻ കിട്ടി. അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അങ്ങ് ഡൽഹിയിലാ. അത് നല്ലതല്ലേ? അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോളേ ഉള്ളൂ. അവളെ അത്രയും ദൂരത്തേക്ക് പറഞ്ഞു വിടാനൊരു വിഷമം. പപ്പേട്ടൻ വിചാരിച്ച നാട്ടിലെവിടെയെങ്കിലും ഒരു അഡ്മിഷൻ തരപ്പെടുത്താൻ പറ്റൂ? അതൊക്കെ പറ്റും. പക്ഷെ സുദേവ, അത് വേണ്ട. ഡൽഹിയാ നല്ലത്. അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുതലാ. എന്നാലും സുദേവ, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കും, പ്രത്യേകിച്ചും പെൺമക്കൾ. പക്ഷേ അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച തന്റെ മുഖത്ത് ഈ സങ്കടം ഉണ്ടാവില്ല. മോള് പുറത്തുപോയി പഠിക്കട്ടോ.
നാളെ അവള് വലിയൊരു പൊസിഷൻ എത്തുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ നാടിന് തന്നെ അഭിമാനമല്ലേ? പപ്പേട്ടൻ പറഞ്ഞാ പിന്നെ അതിനൊരു എതിർവാക്കില്ല. ആ പിന്നെ സുദേവ, മോള് പോകുന്നതിന് മുമ്പേ കരിനീലി കാവിലമ്മയ്ക്ക് പൂജയോ വഴിപാടോ ചെയ്യണം. ആ ഭഗവതിയുടെ ഒരു നോട്ടം മോളുടെ മേലെ എപ്പോഴും ഉണ്ടാവും. ശരി പപ്പേട്ടാ. ആ ആ കഴിക്കാൻ എടുത്തു വെക്കട്ടെ? കുറച്ച് കഴിയട്ടെ. പാറു വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് എത്തുവോ? അങ്ങനെയാ പറഞ്ഞത്. ഉം. അവള് വന്നാ ഇനി ഞാൻ അവളെ എവിടേക്കും വിടില്ല. പെട്ടെന്ന് അവളുടെ കല്യാണത്തിന്റെ തീയതി കുറിക്കണം. അത് മാത്രമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ. മുതലാളി, ആ പാർമോളെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചത് കെട്ടിച്ചയക്കാൻ വേണ്ടിയാണോ? എന്താ സംശയം? അതിനു വേണ്ടി തന്നെയാ. ഓ, പടനിലത്ത് പത്മനാഭന്റെ മകൾ ഒരു ഡോക്ടറാണെന്ന് ചെറുക്കൂട്ടരോട് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമാണ്. എടാ നീ ഇതെവിടെ പോകുന്നു? എനിക്ക് കോടതിയിൽ ഒരു കേസുണ്ട്. ആ അമ്മാവനെന്താ വിളിപ്പിച്ചത്? ആ പറയാം, നീതിക്ക്. അതിന് ഗിരി എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ശത്രു, അവനറിയാം അവന്റെ സ്ഥാനം എവിടെയാണെന്ന്. ഹാ, ഞാൻ നിന്നെ വിളിപ്പിച്ചെന്റെ കാര്യം പറയാം. ഭഗവതി ഇത്തവണയും കരിനീലിക്കുളത്തിൽ പോയി നീരാടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉത്സവം അങ്ങോട്ട് പൂർണ്ണമായെന്ന് പറയാനും പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. ആ കളത്തിങ്കൽ തിരുമേനിയെ കണ്ട് നീരാട്ട് നടക്കാത്തതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയണം. ഉണ്ടെങ്കില് അതിനെന്താ പരിഹാരം എന്ന് നീ എന്നൊന്ന് അറിയിക്കേ. എടാ മോനെ, എത്ര രൂപ ചെലവായാലും ഞാനത് ചെയ്തോളാം. ഞാൻ തിരുമേനെ കാണാമാവാ. ആ ഗിരി നീ വാ, ചായ കുടിക്കാം. ആ ചെല്ല്. അച്ഛാ ഞാൻ ഇറങ്ങോ? ആ നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട അപ്പച്ചി, പിള്ളേര് കാത്തിരിക്കായിരിക്കും. ഞാൻ ചെന്നാലേ അവരെന്തെങ്കിലും കഴിക്കുള്ളൂ. എന്നാ ഒരു കാപ്പി ഇട്ട് തരാം. വേണ്ട അപ്പച്ചി, ഇന്ന് ചുമ്മാ പണിയെടുക്കാനായിട്ട് വേണ്ട. ആ നല്ല ചൂടപ്പം ഉണ്ട്. ഒരെണ്ണം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ടെന്നേ. കഴിക്കടാ. പറഞ്ഞാ മനസ്സിലാവൂലേ? ഒരെണ്ണം കഴിക്കേ. കഴിച്ചിട്ട് കുറച്ചെടുത്തോണ്ട് പോയിക്കോ. പിള്ളേരുടെ കൂടെ ഇരുന്ന് ബാക്കി കഴിക്കാലോ. അന്ന് ശരിയാവില്ല. അവരവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അവളാ രശ്മിയില്ലേ, അവളിത് കണ്ടു കഴിഞ്ഞാൽ ഇതും കൂടെ കഴിക്കും. കറി വേണ്ടേ? ഇതിനെന്തിനാ കറി? നല്ല രുചിയുണ്ട്. ഇങ്ങനെ കഴിക്കുന്നല്ലേ രസം. അപ്പച്ചി, ഇതിപ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. വിരുന്നുകാരും വല്ലതും ഉണ്ടോ? വിരുന്നുകാരില്ല, പക്ഷെ ഒരു വിരുന്നുകാരിയുണ്ട്. ആര്? പാറു. പാറു വരുന്നുണ്ടോ? ശ്വാസം വലിക്ക്. കൂടെ വന്ന കുഞ്ഞു പെണ്ണാള്, മാമ്പൂവിൻ ചിരിയുള്ള തേനെല്ലിക്കൊതിയുള്ള ചങ്ങാതിപ്പൂവേങ്ങു. നീ എന്താ ആലോചിക്കുന്നേ? കട തുറക്കാൻ സമയമായല്ലോ എന്ന് ആലോചിച്ചാ. അപ്പച്ചി, അല്ല പാറു ട്രെയിനിലാണോ ബസ്സിലാണോ വരുന്നത്? ബസ്സില്. അവൾ എവിടെ ഇറങ്ങുന്നത്? പടിഞ്ഞാറേക്കോട്ടയിലാ. അപ്പൊ ശരി അപ്പച്ചി. നീ എങ്ങോട്ടായി ഓടുന്നേ? മുഴുവൻ കഴിച്ചിട്ട് പോ. ഇല്ല അപ്പച്ചി, പിള്ളേരെ കൊണ്ടാക്കാൻ വയ്യും. എടാ
മരുന്ന് കഴിക്കപ്പോ വേണ്ട. അപ്പുന്റെ വയ്യായിക മാറണ്ടേ? മരുന്ന് കഴിച്ചില്ലെങ്കിൽ അസുഖം മാറുമോ? എനിക്ക് മരുന്ന് വേണ്ട. അതെന്താ മരുന്ന് കഴിക്കാത്തെ? വേണ്ട. പനി മാറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. പാർവതി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. പാർവതിക്ക് ഇവിടെ തന്നെ പീഡിയാട്രിക് ഡ്രസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് റെഡി ആയിട്ടുണ്ട്. മാനേജ്മെന്റ് തീരുമാനം എടുത്തതായി പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. ഒഫീഷ്യലി അത് ഉടനെ തന്നെ പാർവതി അറിയിക്കും. എന്തു പറ്റി? എനിക്ക് അതിന് കഴിയുമെന്ന് അറിയില്ല. വൈ? അച്ഛൻ ഉടനെ നാട്ടിലേക്ക് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ? റാണി, നീ ഏട്ടനെ ഒന്ന് വിളിച്ചേ. വിളിക്കണ്ട, ഏട്ടനെത്തി. വേഗം വന്നൊന്ന് ഇരിക്കേട്ടാ. മനുഷ്യന് വിശന്നിട്ട് വയറ് കത്തുന്നു. വിശക്കുന്നുണ്ടായിരുന്നു, മോക്ക് കഴിച്ചുകൂടായിരുന്നോ? ഏയ് സാരമില്ല ഏട്ടാ. എന്റെ ഏട്ടാ ഓൾറെഡി 4 ഇഡലി അകത്താക്കിയിട്ടാ കക്ഷി ഇരിക്കുന്നത്. ആണോ? ചുമ്മാ പറയേട്ടാ, ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ. ആദ്യം ഇഡലി തട്ടെടുത്തപ്പോ 2, പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ വീണ്ടും 2, ടോട്ടൽ 4 എണ്ണം. സാരമില്ല, അവള് കഴിക്കട്ടെ. കഴിക്കട്ടെ. അവസാനം തടി കൂടിയെന്ന് മാത്രം പറയരുത്. ഞാൻ തടി കൂടുന്നൊന്നുമില്ല, കൊറയാ. അത് സാരമില്ലെന്നേ. കുറച്ച് തടിയുള്ളവർക്കേ മനസ്സ് നല്ലതാന്നാ പറയപ്പെടുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. രത്നേച്ചി, ഇങ്ങോട്ട് 2 ഇഡ്ഡലി ഇട്ടേ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പ്. ആ കുഞ്ഞിക്കൂടെ ഇട്ട് കൊടുക്ക. വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ദാ ഏട്ടൻ വാരിത്തരാം. വേണ്ട ഏട്ടാ. വാ തുറന്നേ. ഒരെണ്ണം കൂടെ തട്ടെ. വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇല്ല? തരാലോ, എല്ലാവർക്കും തരാലോ. എനിക്കും. നിനക്ക് വേണോടി? ഉറപ്പണോ? ഏട്ടാ റാണി വാ, നീ റെഡി വാ. ആ സാമ്പാർ നടത്തേരോ? സാമ്പാർ കൊടുക്കും. മോളെ, അച്ഛൻ കഴിച്ചോ? ഇല്ല ഏട്ടാ, അച്ഛന് വീട്ടിൽ വരുന്നതിനും കഴിക്കുന്നതിനും ഒന്നും കൃത്യസമയമില്ലല്ലോ. ഏട്ടൻ കഴിക്കാം. അമ്മേ ദേവി, എന്റെ അനിയത്തിമാർക്ക് ഒരു ആപത്തും വരാതെ കാത്തോട്ടെ. ഇപ്പോഴും അവർക്ക് കൂട്ടായി കൂടെ ഉണ്ടാവണേ. അവരാഗ്രഹിക്കുന്ന നിലയിലെത്താൻ ദേവി അവരെ അനുഗ്രഹിക്കണേ. ഏട്ടാ, ഇന്ന് മമ്മൂക്കയുടെ പടം റിലീസ് അല്ലേ, കാണാൻ പോണ്ടേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സിനിമ കാര്യം പറയുന്നത്. മമ്മൂക്കയുടെ പടത്തിന്റെ കാര്യമായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നിന്റെ ചെവി ഞാൻ പൊന്നാക്കിയാൽ. നോക്കിക്കൊണ്ടിരിക്കുക, സ്കൂളിൽ പൊടി. ഈ കുഞ്ഞി പ്രാർത്ഥിച്ചിട്ട് ഓടി. ടാറ്റാ. പോയിട്ട് വരാട്ടാ. ബൈ. അയ്യോ, കരുതൽ വയ്ക്കാൻ മറന്നുപോയി.
രത്നമോള് പഠിച്ച് ടീച്ചറൊക്കെ ആയെങ്കിലും അവളുടെ കല്യാണത്തിന് നല്ല കാശ് ചെലവ് വേണ്ടി വരും. ആ രീതിയിലല്ലേ സ്വർണത്തിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കരുതലായിട്ട് ഇതിവിടെ കിടക്കട്ടെ. രശ്മിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ? അതിന് ദമ്പടി ചെറുതൊന്നും പോരാ. അതിനാണ് ഈ കരുതല്. വരവും ചെലവും നോക്കി ഒരല്ലലും ഇല്ലാതെ കാര്യങ്ങൾ നോക്കാൻ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവളാ എന്റെ റാണിമോള്. അപ്പൊ അവള് ഭാവിയിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത്. അതിനാണ് ഏട്ടന്റെ ഈ കുഞ്ഞു സമ്പാദ്യം. എന്റെ കുഞ്ഞിക്ക് ഇനി അങ്ങോട്ട് പഠിക്കുന്നതിന് ഒരുപാട് കാശ് ചെലവ് വരും. അതുകൊണ്ട് ഇത് കുഞ്ഞിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇതും കൂടെ എന്റെ ടീച്ചർ കൂട്ടിക്ക് ഇരിക്കട്ടെ. ഇറങ്ങേട്ടാ. ഇറങ്ങാമോളെ. അയ്യോ ചേച്ചി ചോറ്. ഇറങ്ങട്ടെ മോളെ. ശരി ഏട്ടാ. ശരി. ശരി ചേച്ചി. ഇത് പിടിച്ചോ. രത്നേ, നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു ഞാൻ. എന്താ ഏട്ടാ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. അല്ല, അത് പിന്നെ നീ പറയണ്ട. നമ്മൾ സ്കൂളിലോട്ടാണല്ലോ പോകുന്നത്. ഞാൻ കണ്ടുപിടിച്ചോളാം. ശരിയാക്കി തരാം. നീ ഒന്നേ. നിന്നോട് ആരാടി ഐ ലവ് യു എന്ന് പറഞ്ഞു? ഇന്നത്തോടെ അവന്റെ സൂക്കേട് ഞാൻ മാറ്റും. നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവനൊന്ന് അറിഞ്ഞോട്ടെ. ഞാൻ ആളിനെ കാണിച്ചു തരാം. പക്ഷേ ഏട്ടൻ വഴക്കിനൊന്നും പോവരുത്. നിന്നോട് ആളെ കാണിക്കാനാ പറഞ്ഞ? ഏട്ടാ, നീ എന്തിനാടാ എന്റെ അനിയത്തിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? എന്താടാ നീ മിണ്ടാ നിൽക്കുന്നത്? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇനി മേലാൽ എന്റെ അനിയത്തിയോട് മോശമായിട്ട് സംസാരിച്ചാ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. മോനെ ചക്കരക്കുട്ട, മോൻ മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് ദൈവത്തിന്റെ സ്ഥാനമാ. അവരോട് പ്രേമമാണ്, ഐ ലവ് യു അങ്ങനൊന്നും പറയാൻ പാടില്ല. ചീത്ത കുട്ടികളാ അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. ശരി, മോൻ നല്ല കുട്ടിയായിട്ട് പോയിരുന്നു പഠിച്ചോ. ചെല്ല്. ശരി. ഒരു മധുര കിനാവില്ല ഓ, ഈ പട്ടിക്കാട്ടിൽ ഇത്രയധികം അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എടുത്തു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? വല്ല ഓണോ വിഷുവോ സംക്രാന്തിയോ വരുമ്പോഴാണ് ഈ വക സാധനങ്ങളുടെ വിറ്റ് പോണത്. ഇത് ഇതിനകത്തിരുന്ന് പൂത്തു പോണേക്കാളും നല്ലത് എന്റെ വയറ്റിൽ പോണത് തന്നെ.
എന്റെ അമ്മ വന്നാ ഡാ ഇന്ന് കച്ചവടം വല്ലതും നടന്നോ? എടാ എന്തൊക്കെ സാധനങ്ങൾ വിറ്റുന്ന്? എന്തു പറ്റി? നീ എന്താ ചുമക്കുന്നത്? വായു മണ്ടേക്കറിയത് ഗിരിയേട്ടാ. പെട്ടുപോയി. വായു കണ്ണി കണ്ടത് മുഴുവൻ എടുത്തങ്ങ് വിഴുങ്ങിക്കോണം. എന്നിട്ട് വായു കോപെന്നും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അണ്ടിപ്പരിപ്പ് വിഴുങ്ങിയത് ഇങ്ങനെ കണ്ടോ? ഗിരിയേട്ടാ ഗിരിയേട്ടാ. ആടാ അല്ല ഇതാര് ജിമ്മനുണ്ണിയോ? എന്താ സോമേട്ടാ നിങ്ങൾ എന്നെ കളിയാക്കിയതാ? അയ്യോ നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ജിമ്മനുണ്ണി ഞാൻ കളിയാക്കോ? കേട്ടില്ലേ ഗിരിയേട്ടാ സോമേട്ടൻ എന്നെ കളിയാക്കുന്നത്? എടാ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ ഈ കസർത്തും അഭ്യാസവും കാണിക്കുന്നതല്ല, നിന്റെ മസിലൊന്നും ഉരുളുന്നില്ലല്ലോ. അതല്ലേ അവൻ നിന്നെ കളിയാക്കുന്നത്. ആ അത് തന്നെ. നിങ്ങൾ നോക്കിക്കോ, പ്രോട്ടീൻ പൗഡർ കഴിച്ച് ഞാൻ ശരിക്കും മസിൽമാനാവും. എന്റെ ഗിരിയേട്ടനെ കുറച്ച് പ്രോട്ടീൻ പൗഡർ തീർന്നു കിട്ടും. അല്ലാതെ ഈ ബോഡിയിൽ ജിം ബോഡി ആവുന്ന കണ്ടിട്ടേ കണ്ണടയ്ക്കാൻ പറ്റും തോന്നില്ല. സോമേട്ടാ ഗിരിയേട്ടാ എന്റെ പ്രോട്ടീൻ പൗഡർ വന്നോ? നിന്റെ പ്രോട്ടീൻ പൗഡറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ വേഗം നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സോമോന്റെ വർത്താനം കേട്ട് ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്യും. കൊച്ചർക്ക നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാ? എന്താ ധൈര്യം ഇല്ലാത്തത്? എന്റെ ധൈര്യം കാണണോ? ധൈര്യം കാണണോ? അല്ല അത് ആരാ വരുന്നത്? പട്ടാള ശശിയേട്ടനല്ലേ? അച്ഛനോ? എവിടെ? ശശിയേട്ടൻ എവിടെയാ? അയ്യോ ശശിയേട്ടൻ എവിടെയെന്ന്? എന്തൊരു ശശിയേട്ടെ, ഞാൻ ചുമ്മാ ചെറുക്കനെ വരട്ടിയതല്ലേ. അവൻ എന്നെ വരട്ടാൻ നോക്കണം. അപ്പൊ അവനൊരു പണി കൊടുക്കണ്ടേ? പട്ടാള ശശിയേട്ടന്റെ പേര് കേട്ടാ അവൻ നിന്ന നിപ്പ് ഇല്ലാതാവുന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടാ അവ ഒരു പാവാടാ. അതുകൊണ്ടല്ലേ ഗിരിയേട്ടാ ഞാൻ അവനെ കളിയാക്കുന്നത്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തു വെക്കുന്നത്. അവ അതും വാങ്ങാതെ പോയി. അതവിടെ വെച്ചേ ഗിരിയേട്ടാ, ഞാൻ തന്നെ അവനെ കൊടുത്തോളാം. എടാ ഇത് പഞ്ചായത്ത് ക്യാൻറ്റീനിൽ നിന്ന് അവര് തന്ന ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ കാണുന്ന സാധനങ്ങൾ ഇപ്പൊ തന്നെ എടുത്തു വെച്ചേക്കണം. സാധനം വാങ്ങാനുള്ള ആള് വരും, അവര് പൈസയും തരും. കൃത്യമായിട്ട് അത് എടുത്തു വെക്കണം. അല്ല അപ്പം ഗിരിയേട്ടൻ? എനിക്ക് അത്യാവശ്യമായിട്ടെ ഒരു സ്ഥലം വരെ പോണം. എവിടെ പോവാ? എല്ലാ കാര്യം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അല്ല എന്നാലും വിശദീകരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. നിനക്ക് ഈ ലിസ്റ്റ് എടുത്തു തരാനാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഓടി പിടിച്ചിങ്ങോട്ട് വന്നത്. ഞാൻ ഇറങ്ങ. ഇവിടെ നിന്ന് ഓരോന്ന് തിന്ന് തീർക്കരുത് കേട്ടോ. ഇല്ല ഗിരിയേട്ടാ. ഗിരിയേട്ടാ നിക്ക്. രാഘവേട്ടാ തേൻ നെല്ലിക്ക. ഓ നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നതായിരിക്കും. ആരുടെയും കണ്ണിപ്പെടാതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചാ സമ്മതിക്കൂല. ഗിരി, നാരായണേട്ടാ നീ എന്താ ഇവിടെ? ഞാന് ബസ്സിലൊരു പാർസൽ വരും, അതെടുക്കാൻ വേണ്ടി വന്നാ. കടയിലേക്കുള്ള സാധനമാവും അല്ലേ? നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നായിരിക്കും അല്ലേ? പാറു എത്തിയോ? എത്തിയാ പിന്നെ ഞാനിവിടെ നിൽക്കുവോ? ബസ് വരാനുള്ള സമയമായി. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. രൂപ വേണം പെങ്ങളെ. ഇല്ല 200 രൂപയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. 200 രൂപ വേണം. കൂടി പോയ 50 രൂപ തരും. അല്ല ഈ ഒരു പെട്ടിക്ക് 200 രൂപയോ? കുറയ്ക്കാനൊന്നും പറ്റൂല. 200 രൂപ തന്നെ വേണം പെട്ടിയെടുക്കാൻ. ശരി 150 കൊടുക്ക. 150 ഒന്നും പറ്റില്ല, 50. അത് 100 രൂപ കൂടുതൽ ഞാൻ തരില്ല. നെഞ്ചിൽ കൂടും പ്രാവേ, മിണ്ടാനുള്ളിൽ
സുന്ദരി കൺമിഴി കനവു ചുഴി നിൻമൊഴി കുളിരലയിൽ നീളെ ഞാൻ ഒഴുകുകയായി നീ തെളിയും പകലായി എന്നും മനമൊന്നാകെ ഉണരുന്നു നിന്നിൽ നിറചന്തത്തിൻ വിണ്ണൊത്തിരി കണ്ടു ഞാൻ നീ പോകും വഴി നീളെ നിഴലായി ഞാൻ പണ്ടുള്ളൊരു മാഞ്ചോട്ടിൽ കണ്ടൊരു നാൾ തൊട്ടെന്നും എന്നാശകൾ നിന്നാലേ ഒളി ചിന്നുന്നു. എന്റെ കണ്ണടങ്ങാണോ? എവിടെ നിന്ന് വരുന്നു കുട്ടിയും പറിച്ച്? എന്റെ പൂവിന്റെ പൈസ ആണോ? ഇയാള് വന്നപ്പോ തുടങ്ങിയതാ. ശരിയാവും 50 രൂപ എനിക്ക് തരാൻ പറ്റും. 150 എടുക്കണ്ട. അയ്യോ, വേണ്ട വേണ്ട എനിക്ക് 50 രൂപ തരാൻ പറ്റും. 50 രൂപ. ചേച്ചി ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിങ്ങളെ ഒന്നും കണ്ടില്ല. ലോട്ടറി പൈസ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ആ പാറു, ഗിരിയേട്ടൻ ആ പാറു, എന്താ ഇവിടെ പ്രശ്നം? എന്നെ പെട്ടിയെടുക്കാനത് സമ്മതിക്കുന്നില്ല. ഡ്രൈവറെ വിളിച്ച് എടുപ്പിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കുന്നില്ല. ഇതിപ്പോ ഞാൻ എടുത്ത പോരെ? പുറത്തുനിന്ന് ഒന്നാളെ എടുക്കണ്ട. കണ്ടോ? ആ അതെ, ഇതൊരു പെട്ടിയുടെ കാര്യമല്ലേ. പെട്ടേക്ക് പാറുവാ. എന്നെ വിളിച്ച പോരായിരുന്നോ? ഈ ഒരു പെട്ടി എടുക്കാൻ നാരായണേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പാറു കയറി. ഗിരിയേട്ടൻ എങ്ങനെയാ വന്നേ? ബൈക്കില്. എന്താ ഞാനും അതില് വരാം. അയ്യോ, അതില് ഞാനതിൽ വന്ന എന്താ കുഴപ്പം? അല്ല, നാട്ടുകാര് കണ്ടാലെന്താ? നാരായണേട്ടാ, ഏട്ടൻ വീട്ടിൽ പോയിക്കോ. ഞാൻ ഗിരിയേട്ടന്റെ കൂടെ ബൈക്കിൽ വരാം. കുഞ്ഞെ, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. വാ വാ, നമുക്കിതില് പോവാം. വാ. ഗിരിയേട്ടാ, ഒന്ന് നിർത്തി. എന്താ? നീ ആ ഡ്രൈവറെ വിളിച്ചിട്ട് പാറു എത്തിയോന്ന് ചോദിക്കേ. ഭാഗ്യജി വിളിക്കണ്ട, അവര് ദേ എത്തി. അല്ല, അവളിനകത്തില്ലല്ലോ. പാറു ഇവിടെ. മോള് ബൈക്കിൽ വരുന്നുണ്ട്. ബൈക്കിലോ? ആരുടെ? ഗിരിയുടെ. അയ്യോ, പിന്നെ എന്തിനാ വിട്ടെ? ഗിരിയോട് ആരാ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ പറഞ്ഞേ? നീയാണോ? അയ്യോ അല്ല,